ഹായ്, എല്ലാവർക്കും വിജയൻബ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലെ നമ്മുടെ ഇലക്ട്രിക് ബസ്സുകളുടെ പാർക്കിംഗ് യാർഡിലാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കർണാടക RTC 7 മാസം മുന്നേ വാടകയ്ക്ക്, അതായത് റെൻ്റിന് ഇറക്കിയിട്ടുള്ള ഒലക്ട്ര ബിൽഡ് ചെയ്തിട്ടുള്ള പുതിയ ഇലക്ട്രിക് ബസ്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ബസ്സിൻ്റെ പേര് വന്നിട്ട് EV പവർ പ്ലസ് എന്നാണ്. കർണാടക RTC റെൻ്റലിന് ഒരു 50 ബസ്സുകളാണ് ട്രയലിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബസ്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബസ് റിവ്യൂവിലേക്ക് കടക്കാം. ಮುಂದೆ ಚೆನ್ನಾಗಿ ಓಡಿಸಿದ್ರೆ ಇನ್ಕ್ರಿಮೆಂಟ್ ಕೊಡ್ತಾರೇನೋ ಅಂತ. ನಿನ್ ರೂಟ್ ಬಂದ್ರೆ ಹೆಂಗಣ ಕತೆ ಬಿಟ್ಬಿಡಪ್ಪ ಸಮಾಧಾನ ಬೇಡ. ಎಲೆಕ್ಟ್ರಿಕ್ ಬಸ್ ಬೇಡವೇ ಬೇಡ. ಯಾಕಂದ್ರೆ 2,000 ಎಕ್ಸ್ಟ್ರಾ ಆದ್ರೂ ಪರವಾಗಿಲ್ಲ, ಹೋಗ್ಬಿಡ್ತೀವಲ್ಲ. വണ്ടി വാഷിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു മെഷീനിലേക്കാണ് വരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ സ്ഥാപിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ പ്രവർത്തനമാണോയെന്നറിയില്ല. കർണാടക RTC എന്തായാലും സംഭവം പക്കയായിട്ട് വർക്കിംഗ് ആണ്. ബസ് വന്ന് നിന്നുടനെ അത് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവും. വെള്ളം സ്പ്രെഡ് ചെയ്തുകൊണ്ടില്ലേ. ഈ ഒരു സംഭവം ഈ റെയിലിൽ കൂടെ ഇങ്ങനെ ഓടുന്നത് കണ്ടോ. ഫ്രണ്ട് ടു ബാക്ക് ഇങ്ങനെ ഓടി വരികയാണ്. കറക്റ്റ് ടയറിൻ്റെ ഡ്രമ്മിലൂടെ എല്ലാം പോകുന്നുണ്ട് കേട്ടോ. സൈഡ് ഫുള്ള് പക്കയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്.
ഫ്രണ്ടും ബാക്കും മാത്രമേ മാനുവലായിട്ട് കഴുകേണ്ടി വരുന്നുള്ളൂ. ബാക്കി എല്ലാ സൈഡ് പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു വണ്ടി കഴുകുന്ന അതിൽ തന്നെ ഫുള്ളായിട്ട് കഴുകും. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ ഫ്രണ്ട് ലുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഓവറോൾ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ടോപ്പ് ലൈറ്റ്സ് കാണാം. അതുപോലെ ഒരു ചെറിയൊരു പോർഷൻ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ മിറേഴ്സ് വെച്ച കൊമ്പുകൾ. അതുപോലെ ഗ്ലാസ് പോർഷൻ നോക്കുമ്പോൾ അതിൽ LED ഡിസ്പ്ലേ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ വൈപ്പേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ KSRTCയുടെ പേര് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ള ഒളക്ട്രയുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ കൗൾ ലുക്കിലേക്ക് വരുമ്പോൾ ഇതായി KSRTCയുടെയും ഒളക്ട്രയുടെയും താഴെയായിട്ട് ഒരു ലെങ്ത്തിലൊരു ബാർ പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിസൈൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ MEIL എന്നുള്ളത് ഈ KSRTCക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു കമ്പനിയുടെ പേരാണ് MEIL എന്നുള്ളത്. വണ്ടിയുടെ EV പവർ പ്ലസ് എന്നുള്ള പേര് കന്നഡയിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ ഗ്രീൻ നമ്പർ പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. K51AJ0532. ഇവിടെ കുറേ വണ്ടികളുണ്ട് കേട്ടോ. എല്ലാം ഇലക്ട്രിക് വെഹിക്കിളായതുകൊണ്ട് തന്നെ ഞാൻ പല ബസ്സിൻ്റെ ആയിരിക്കും വീഡിയോസ് എടുക്കുന്നുണ്ടാവുക. അതുപോലെ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് അടക്കമുള്ള 3 ഹെഡ് ലാംപ്സ്, ഇൻഡിക്കേറ്റർ, താഴെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ റിയർ എഞ്ചിനായിട്ട് തന്നെ ഗ്രില്ല് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഫുള്ളി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് കൗൾ പോർഷനാണ്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് പോർഷൻ ലുക്കിലേക്ക് വരാം. ഡ്രൈവർ ഡോർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഓക്സിലറി ബാറ്ററി വരുന്നത് ഈ ഒരു പോർഷനിലാണ്. വണ്ടിയുടെ വീൽ സൈസ് 295/80R 22.5 സൈസിലുള്ള ടയേഴ്സാണ്. CH ടയേഴ്സ് വെച്ചിട്ടുള്ളത്. വീൽ ആർച്ച് റബ്ബർ ഒരു ബീഡിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഇത് 2 ഡിക്കി സ്പേസാണ്. ഇവിടെ ഒരു സ്പെയർ വീലൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പെയർ വീലിൻ്റെ ഒരു ഓപ്പണിങ് ഒരു പോർഷൻ വന്നിട്ടുണ്ട്. ജാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഡിക്കി സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വണ്ടിയുടെ ബാറ്ററി ബോക്സുകൾ ഇതിനുള്ളിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പം വണ്ടിയുടെ ബാറ്ററികളിലൊക്കെ ഓപ്പണിങ് ഇവിടെയാണ്. അതുപോലെ ബാക്ക് വീൽ പോർഷൻ ഇവിടെ വരുന്നുണ്ട്. വണ്ടിയുടെ പേര് EV പവർ പ്ലസ് എന്നുള്ളത് കന്നഡയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. KSRTCയുടെ ലോഗോ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. KSRTCയുടെ ലോഗോ. അതുപോലെ ഫുള്ളി ഫിക്സഡ് ഗ്ലാസ് ആണ്. എല്ലാം എമർജൻസി എക്സിറ്റ് വിൻഡോസാണ്. ഇവിടെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നുണ്ട്. ഇവിടെ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫെയിം അവരുടെ ഒരു ഇതിലാണ് ഈ ഒരു വണ്ടി വർക്ക് കർണാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഓപ്പണിങ് വരുന്നുണ്ട്. പിന്നീട് ചാർജിങ് പോയിൻ്റ് ഇതാ ഇവിടെയാണ് വരുന്നത്. 2 ഗണ്ണുണ്ട്. 2 ഗണ്ണ് ഇപ്പോൾ ഇവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏകദേശം 89% ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് CCTV ക്യാമറ വന്നിട്ടുണ്ട്. 2 സൈഡായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് LED ബോർഡ് വരുന്നുണ്ട്. KSRTCയുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ KSRTC.Karnataka.gov.in കൊടുത്തിട്ടുണ്ട്. ഒലക്ട്രയുടെ പേരുകളൊക്കെ കാണാം. അതായത് ഇതിൻ്റെ റിയർ എൻജിൻ പോർഷൻ വരുന്നത് ഇതാണ്. ഇതാ മോട്ടോർ കൂളിങ്, BYDയുടെ മെഷീൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് വിസ്തരിച്ച് പറയുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു എൻജിൻ പോർഷൻ വരുന്നത്. അതുപോലെ 4 റിയർ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. MEILൻ്റെ പേര് ഇതവിടെ കാണാം. ഇതാണ് വണ്ടിയുടെ എയർ കൂളർ വരുന്നത്. കണ്ടോ, ബാറ്ററിയൊക്കെ തണുപ്പിക്കുന്ന സാധനം. ഇതാണ് ബാറ്ററി പോർഷൻ വരുന്നത്. ടോട്ടൽ 12 ബാറ്ററിയാണ് വണ്ടിയുടെ ഉള്ളിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 ചാർജിങ്ങിന് 250 to 300 കിലോമീറ്ററാണ് നമുക്ക് റണ്ണിങ് കിട്ടുക. വണ്ടി ചാർജ് ചെയ്യുന്ന ചാർജിങ് പോയിന്റിലാണ് കേട്ടോ അവിടെ കാണുന്നത്. ഫുള്ള് കുറേ വണ്ടികൾ ഒരുമിച്ച് ചാർജ് ചെയ്യാം.
2.5 മണിക്കൂർ കൊണ്ട് ബാറ്ററി ഫുൾ ചാർജ് ആവും. വണ്ടിയുടെ ബാക്ക് പോർഷനിൽ ഈ ഒരു ഓപ്പണായി കിടന്ന പോർഷൻ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരു ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 സൈഡിലായിട്ട് ഗ്രിൽ പോർഷൻ വരുന്നുണ്ട്. സെൻട്രൽ നമ്പർ വരുന്നുണ്ട്. ഇവിടെ പേരോട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ബസ്സിൻ്റെ പേരോട് കൊടുത്തിട്ടുണ്ട്. ഈ ബസ് ഒലക്ട്രയുടെ ഈ ബസ്സാണത്. സൈഡിലേക്ക് ഒരു വണ്ടിയുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. KSRTCയുടെ പേരിവിടെ കാണാം, എക്സ്പീരിയൻസ് എലവേറ്റഡ്. അതുപോലെ വണ്ടിയുടെ പേര് EV പവർ പ്ലസ്. ഡിക്കി സ്പേസ് ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തെ പോലെ തന്നെയാണ് ഇപ്പുറത്ത് വന്നുള്ളത്. ഫ്രണ്ട് ഓവർ ഹാങ്ങിൽ ഡോർ വരുന്നുണ്ട്. പുറത്തേക്ക് സ്ലൈഡ് ചെയ്യുന്ന ഡോറാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ജെടെക്കിൻ്റെ AC യൂണിറ്റുകളാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. കൊമ്പുകൾ കാണാം. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇൻറ്റീരിയറോടൊന്ന് കാണാം. വണ്ടി കണ്ടില്ല, ചാർജിങ് മോഡിലാണ്. ഇവിടെ പ്ലഗിൻ്റെ ചിഹ്നം കാണാം. 96% ചാർജ് ആയിട്ടുണ്ട്. അതിങ്ങനെ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരും. ഇതാണ് വണ്ടിയുടെ ക്യാബിൻ എന്നുള്ള ലുക്ക് വരണത്. ഒലക്ട്രയുടെ നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീല് കാണാം. ഇവിടെ കുറച്ച് സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സെൻട്രലായിട്ട് ഒലക്ട്രയുടെ ലോഗോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലെയ്ലൻഡിൻ്റെ ഒക്കെ ഏകദേശം സ്കാനിയുടെ ഒക്കെ ഏകദേശം ഒരു ഷേപ്പുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഇതാ ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ഡാഷിലുള്ള കുറച്ച് സ്വിച്ചുകൾ ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് വണ്ടിയുടെ വാക്വം അപ്പ് ആൻഡ് ഡൗൺ ലിഫ്റ്റ് ചെയ്യുന്ന സ്വിച്ചാണ്. അത് എമർജൻസി സ്റ്റോപ്പ് അലാറം സ്വിച്ച്. നമുക്ക് റെയിനി ആയിട്ടുള്ള യാത്രയിൽ സ്കിഡ് ആകാതിരിക്കാനുള്ള ഒരു സ്വിച്ചാണ്. ഇത് ഗ്ലാസ്സിൽ ഫോഗ് വരാണെങ്കിൽ അത് കളയാനുള്ള സ്വിച്ചാണ് കേട്ടോ. ഇത് ഇൻറ്റീരിയർ ലൈറ്റ്സ്, ഇത് ക്യാബിൻ ലൈറ്റ്, ഇത് റീഡിംഗ് ലാമ്പ്, ഇത് മിററിൻ്റെ ആ ഒരു ഫോഗ് ആ ഒരു കളയാനുള്ള സ്വിച്ച്, ഇത് TV, ഫാന്, അതുപോലെ റിവേഴ്സ് ക്യാമറയുടെ സ്വിച്ച് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് പവർ സ്വിച്ച് ഉണ്ട്, എമർജൻസി അലാറം വന്നിട്ടുണ്ട്. ഫാന് USB-യുടെ ഓഫ് ആൻഡ് ഓൺ സ്വിച്ചാണത്. ലൈറ്റ്, ഡിമ്മ്, ബ്രൈറ്റ് ആ സ്വിച്ചുകളൊക്കെ ഇവിടെ കാണാം. ഇവിടെ വണ്ടിയുടെ ഓട്ടോമാറ്റിക് വണ്ടിയായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗിയറിൻ്റെ ഓട്ടോമാറ്റിക് ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ പവർ സ്വിച്ച് ബട്ടണാണ് ഈ കാണുന്നത്. അതുപോലെ ഡോറിൻ്റെ ഓപ്പണിംഗ് സ്വിച്ച്, ക്ലോസിംഗ് സ്വിച്ചുണ്ട്. ഇവിടെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച് ഉണ്ട്. AC-യുടെ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാമറകളുടെ മോണിറ്റർ ഇവിടെ കാണാം. അതുപോലെ ഏതാണ്ട് ഇവിടെ സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട്, മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. എമർജൻസി ലൈറ്റ് ഇവിടെ കാണാം. ക്യാബിൻ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC വെൻ്റ് ഉണ്ട്. ഇലക്ട്രയുടെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഗ്രോസ് വെയിറ്റ്, ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി 43+ ഡ്രൈവർ. മാനുഫാക്ചർ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 1/23 മാനുഫാക്ചർ ചെയ്തതാണ്. ഏകദേശം 1 വർഷം കഴിഞ്ഞ് വണ്ടി ഇറങ്ങിയിട്ട്. ഡ്രൈവർക്കായിട്ട് അവിടെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. മിറർ കാണാം, CCTV ക്യാമറ, അതുപോലെ എയർ ക്വാളിറ്റി ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിററിനകത്ത് കണ്ട ഇവിടെ ഡിജിറ്റൽ ക്ലോക്ക് അടക്കം കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇതാ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോ ഡ്രൈവർക്കുള്ള സീറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലും ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. പാസഞ്ചേഴ്സിന് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഫ്രണ്ടിൽ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും ആ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ബെർത്തിന് താഴെയായിട്ട് AC വെൻ്റ്, റീഡിംഗ് ലാംപ്സ്, സ്പീക്കേഴ്സിൻ്റെയൊക്കെ സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി 43 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് വന്നിട്ടുള്ളത്. ഇവിടെ എമർജൻസി ഹാച്ച് ഇവിടെ കാണാം. സീറ്റിലേക്ക് നോക്കണ നല്ല അടിപൊളി റിക്ലൈനിങ് ഉള്ള അടിപൊളി സീറ്റുകളാണ്. 3 ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ എല്ലാ സീറ്റിനും ഹാമർ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ സെൻട്രലായിട്ട് USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാൻഡിലുണ്ട്, ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, കാല് വെക്കാനുള്ള ലെഗ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ ബാക്ക് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ഫുൾ ലെങ്ത്ത് സീറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ എമർജൻസി എക്സിറ്റ് ഡോർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു എമർജൻസി ഹാച്ച് വന്നിട്ടുണ്ട്. 2 TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോൾഡബിൾ ആണ്. ഇതെങ്ങനെ ഫോൾഡ് ചെയ്തൊക്കെ വരുന്ന 2 TV യൂണിറ്റ് ഉണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് ഫ്രണ്ടിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണ്ട AC-യുടെ മെയിൻ വെന്റിലേഷൻ കൊടുത്തതാണ്. സീറ്റിൻ്റെ എല്ലാം അടിയിലായിട്ട് തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ടോ. വേണ്ട ഫ്രണ്ടിൽ ഒരു ഫോൾഡബിൾ TV യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ ലോക്ക് ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് അൺഫോൾഡായിട്ട് ഇങ്ങനെ വരും. ഓക്കെ, എന്നാലും നമുക്ക് നമ്മുടെ ക്രൂവിനെ പരിചയപ്പെടാം. ഡ്രൈവർ പേര്
Lakshat. Where are you from? I'm from Shimoga, Sagra. Shimoga, Sagra. Okay. How long you are driving this electric vehicle? From past 1 year. Past 1 year. Okay, you are driving. Okay. How much kilometers will get for one charging? One full charge it takes to 280 to 300. 300 kilometers. Mainly this bus running in which route? It is operating through Bangalore. Operating from Bangalore, Bangalore, Chikmagalur, Virajpete, Madikeri, Shimoga, Okay. Davangere. Okay. Thank you so much. Thank you. അപ്പോൾ ഇതാണ് നമ്മുടെ കർണാടക RTC ഇറക്കിയിട്ടുള്ള ഒലക്ട്ര ബിൽഡ് ചെയ്തിട്ടുള്ള ലോങ് സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകൾ. ഇതിപ്പോൾ ഓൾറെഡി 1 year ആയിട്ട് സക്സസ് ആയിട്ട് കൊണ്ടുവരിക്കുകയാണ് കർണാടക ഒരു റെൻ്റൽ ആയിട്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ KSRTC ഇലക്ട്രിക് ബസ്സുകളെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു കർണാടക RTC ഒരു ട്രയലായിട്ടാണ് ഇത്രയും ബസ്സുകൾ 50 ബസ്സുകൾ ലോങ് സർവീസിനായിട്ട് ഇറക്കിയിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ Instagram പേജുകളുണ്ട്, അതുകൊണ്ടൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.